പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. VBG റാംജി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. പുതിയ തൊഴിലുറപ്പ് ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയും രാജ്യസഭയും ബില്ല് പാസാക്കിയിരുന്നു. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷം VBG റാംജി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ച പോലെ തന്നെ VBG റാംജി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ അധികം ദിവസങ്ങളായി ഈ ഒരു ബില്ലിനെ സംബന്ധിച്ച് നിരവധി പ്രതിഷേധങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത്. അതിനിടെയാണ് ലോക്സഭയും രാജ്യസഭയും ഈ ഒരു ബില്ല് പാസ്സാക്കിയത്. ലോക്സഭയിലെ ഒരു ബില്ല് വന്ന സമയത്ത് തന്നെ പ്രതിപക്ഷം നിരവധി പ്രതിഷേധങ്ങളാണ് ഉന്നയിച്ചത്, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളാണ് നടത്തിയത്. അതായത് ഈ ബില്ല് ലോക്സഭയിൽ ചർച്ചയ്ക്കെടുത്ത സമയത്ത് തന്നെ ഇതിനെ എതിർക്കുകയും ഇതിനെതിരെ സഭയുടെ നടുത്തളത്തിൽ വന്ന് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബില്ലിന്റെ പകർപ്പ് വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ലോക്സഭയിൽ അരങ്ങേറിയിരുന്നു. ലോക്സഭയിൽ 10 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയതും അതിനുശേഷം രാജ്യസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരുന്നു. രാജ്യസഭയിലും ഇതേ തരം തന്നെയാണ് അവസ്ഥ ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു ബില്ല് രാജ്യസഭയിൽ എത്തിയ സമയത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. ഈ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടൊക്കെ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷം ഇത്തരത്തിൽ സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് സാധാരണക്കാർക്കുള്ള ഒരു തിരിച്ചടി ആയിട്ടാണ് ഈ ഒരു ബില്ല് വരുന്നത് എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, പുതിയ ബില്ല് നിലവിൽ വരുമ്പോൾ ഈ ഒരു ബില്ലിൽ മാറ്റം എന്ന് പറയുന്നത് ഏറെ പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ വിഹിതത്തിന്റെ കാര്യത്തിൽ, അതായത് അലവൻസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആയിരുന്ന സമയത്ത് 100% കേന്ദ്രവിഹിത പദ്ധതി ആയിരുന്നെങ്കിൽ ഇനി വരുന്ന പുതിയ ബില്ല് എന്ന് പറയുന്നത് 40% സംസ്ഥാനങ്ങളും 60% കേന്ദ്രവും വിഹിതം ഇടണം, അല്ലെങ്കിൽ അത്തരത്തിലാണ് ഇതിന്റെ ഒരു ഈ പുതിയ ബില്ല് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സംസ്ഥാനങ്ങൾക്കുള്ള ഒരു ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം നമുക്കറിയാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഈ ഒരു 40% ബില്ല് അല്ലെങ്കിൽ 40% വിഹിതം ഇടേണ്ട ഒരു സാഹചര്യമുള്ളത്. മറ്റ് കശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലില്ല. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലൊരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 40% എന്ന് പറയുമ്പോൾ ഒരു വർഷം 1600 കോടി രൂപ ബാധ്യത, അല്ലെങ്കിൽ 1600 കോടി രൂപ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിന് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു ബാധ്യത ആവാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് കേരള സംസ്ഥാനങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രവൃത്തി ദിവസം, തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവൃത്തി ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ 100 ദിവസം ഉണ്ടായിരുന്ന പ്രവൃത്തി ദിവസം ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ടേമിലെ പണി എന്ന് പറയുന്നത് 100 ദിവസമാണെങ്കിൽ അത് ഇനി 130 ദിവസത്തേക്ക് ഉയർത്തും എന്നുള്ളതാണ് ബില്ലിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ അങ്ങനെ ഉയർത്തുമ്പോഴും വേതനത്തിൽ വിലവർദ്ധനവില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി പരിഷ്കാരങ്ങളാണ് ഈ ഒരു പുതിയ ബില്ലിൽ വരാൻ പോകുന്നത്. ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഏറ്റവും തിരിച്ചടിയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ബില്ല് അവതരിപ്പിച്ച ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയതോടുകൂടി സാധാരണക്കാരെ മറന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ നിരവധി ആരോപണങ്ങളൊക്കെ കിട്ടിയതിനു ശേഷമാണ് ഈ ഒരു ബില്ല് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ലോക്സഭയിലും രാജ്യസഭയിലും 10 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയത്. ഈ ബില്ല് പാസ്സാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നു, പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുന്നു, ബില്ല് വലിച്ചു കയറി പ്രതിഷേധിക്കുന്നു. അതിനോടൊപ്പം തന്നെ സഭയ്ക്ക് പുറത്തും ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രതിഷേധത്തിന് പിന്നാലെ MP-മാരുടെ ഈ ഒരു പ്രവൃത്തിക്ക് പിന്നാലെ, അതായത് പ്രതിപക്ഷ MP-മാർ ഇത്തരത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയും സ്പീക്കറുടെ മുഖം മറച്ചും പ്രതിഷേധിച്ചതിന് പിന്നാലെ അവരുടെ അടുത്ത് കാരണം കാണിക്കൽ നോട്ടീസ്, അല്ലെങ്കിൽ അവരോട് ഇതിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കുകയാണ് ഈ ഒരു ബില്ല് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയത്. അതിനുശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി മാറ്റിവെക്കുകയായിരുന്നു. ആ ബില്ലിലാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ബില്ല് പാസ്സായി. ഇനിയിപ്പോൾ ബില്ല് രാഷ്ട്രപതിയുടെ ഒപ്പുകൂടി ലഭിച്ചതോടെ ഇനി ബില്ല് എന്തായാലും നിലവിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പുതിയ ബില്ല് VBG റാംജി ബില്ല് നിലവിൽ വന്നിരിക്കുകയാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി നിലവിൽ വന്നിരിക്കുകയാണ്. പുതിയ പരിഷ്കാരങ്ങൾ, കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കാരങ്ങളെല്ലാം തന്നെ അടങ്ങിയ ഒരു പുതിയ ബില്ല് പാസ്സായി, അല്ലെങ്കിൽ അത് നിലവിൽ വന്നിരിക്കുകയാണ്. അരുണിമ, വ്യക്തമാണ് രഞ്ജൽ. പുതിയ തൊഴിലുറപ്പ് ബില്ലായ VBG റാംജി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയും രാജ്യസഭയും ഒക്കെ